അതെന്തുവാടാ? ചെമ്മീൻ. കാണിച്ചു കൊടുത്തേ, പൊക്കി കാണിച്ചു കൊടുത്തേ. ഓ അടിപൊളി, വലിയ ചെമ്മീനല്ലേ? ഇത് വെച്ച് നമുക്ക് കറി ഉണ്ടാക്കിയാലോ? ഓക്കേ, പോവാം. ഹായ്, ഇന്ന് ഞാനാണ് ഷെഫ് കേട്ടോ. അപ്പം നമുക്ക് കുറച്ച് പ്രോൺസ് കിട്ടിയിട്ടുണ്ട്. കുമ്പളങ്ങി കായലിൽ നിന്ന് ഫ്രഷ് ആയിട്ട് പിടിച്ചേക്കുന്ന പ്രോൺസ് ആണ്. അപ്പം ഇത് വെച്ചിട്ട് നമ്മൾ ബട്ടർ ഗാർലിക് പ്രോൺസ് ആണ്. ഫസ്റ്റിൽ നമുക്ക് ഇതൊന്ന് ഒന്ന് ക്ലീൻ ചെയ്തത്. അപ്പോൾ ഫസ്റ്റ് ഇതിനെ ഒന്ന് ക്ലീൻ ചെയ്യാം. ക്ലീൻ ചെയ്യാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ കാലൊക്കെ വെട്ടുക, തലയൊക്കെ ഒന്ന് ജസ്റ്റ് ഒന്ന് ട്രിം ഔട്ട് ചെയ്യുക. എന്നിട്ട് നടുവേന്ന് ഒന്ന് പൊളിച്ച് എടുക്കാൻ വേണ്ടിയിട്ടായിട്ടാണ് കേട്ടോ. വെയിൽ അതേപോലെ ഇൻടാക്ട് ചെയ്ത് വരും. അപ്പോൾ നമുക്കതൊന്ന് നോക്കാം. അപ്പോൾ ഇതേ നമ്മുടെ പ്രോൺസ് ക്ലീൻ ചെയ്ത് തുടങ്ങി കേട്ടോ. നല്ല കാലും കൈയൊക്കെ വെട്ടിക്കളഞ്ഞ്, മീശയൊക്കെ വെട്ടിക്കളഞ്ഞ്, തല നമ്മൾ കുറച്ചെടുക്കുന്നുണ്ട്. എന്നാൽ തലയിൽ നല്ല പൊന്നിൻ്റെ ആ ടേസ്റ്റ് ഉണ്ടല്ലോ, നല്ല അടിപൊളിയായിരിക്കും. നടുക്കൂടി ഒന്ന് കട്ട് ചെയ്ത് കൊടുത്ത് മസാലയൊക്കെ ഉള്ളിൽ കയറാൻ വേണ്ടിയിട്ട് നന്നായിട്ട് കട്ട് ചെയ്ത് കൊടുക്കുന്നുണ്ട്. അപ്പം അതാ നമ്മുടെ പ്രോൺസ് നന്നായിട്ട് ക്ലീൻ ചെയ്തെടുത്തിട്ടുണ്ട്. പിന്നെ അടുത്തായിട്ട് നമുക്ക് ബട്ടർ നന്നായിട്ട് ഇട്ടൊന്ന് മെൽറ്റ് ചെയ്തെടുക്കണം. ബട്ടർ നന്നായിട്ട് മെൽറ്റായി വരുമ്പോൾ നമ്മൾ ചെറുതായിട്ട് അരിഞ്ഞ് വെച്ചിരിക്കുന്ന ഗാർലിക് അതിട്ട് കൊടുക്കുക. അതൊന്ന് ജസ്റ്റ് ഒന്ന് വഴറ്റിയെടുക്കുക. ഒന്ന് ജസ്റ്റ് ഒന്ന് മൊഴിഞ്ഞൊക്കെ വരുമ്പോഴത്തേനും അതിൻ്റെ ഉള്ളിലേക്ക് എരിവിനായിട്ട് കുറച്ച് വറ്റൽമുളക് ഇട്ട് കൊടുക്കുന്നുണ്ട്. എരിവിനനുസൃതം നിങ്ങൾക്ക് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ആഡ് ചെയ്യാം. വറ്റൽമുളക് കുറച്ച് കൂടുതൽ ആഡ് ചെയ്യുക ചെയ്യാം. പിന്നെ അതൊന്നൊന്ന് മൊരിയിച്ചെടുക്കുക. ഞാൻ പിള്ളേർക്കും കൂടി കൊടുക്കേണ്ടതുകൊണ്ട് അധികം എരിവ് ആഡ് ചെയ്യുന്നില്ല. കുറച്ച് കുരുമുളകും കൂടി ആഡ് ചെയ്ത് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കുക. പിന്നെ ഉപ്പ് ആഡ് ചെയ്യുന്നില്ല. ഓൾറെഡി സോൾട്ടഡ് ബട്ടറാണ് നമ്മൾ യൂസ് ചെയ്തേക്കുന്നത് കേട്ടോ. നിങ്ങൾക്ക് വേണമെങ്കിൽ ആഡ് ചെയ്യാം. പിന്നെ അതിൻ്റെ ഉള്ളിലേക്ക് നമുക്ക് പ്രോൺസും കൂടി ഇട്ട് കൊടുത്തിട്ട് അധികം ടൈം എടുക്കത്തില്ല ഇത് കുക്കാവാനായിട്ട്. ഒന്നൊരു ഓറഞ്ച് കളർ പോലെ ആകുമ്പോഴത്തേനും നമുക്കതൊന്ന് തിരിച്ചിട്ട് വേവിച്ചെടുക്കണം. ഇപ്പോൾ ഒരു സൈഡ് ഇപ്പം നമ്മുടെ ആയിട്ടുണ്ട്. നമ്മളിപ്പോൾ തിരിച്ചിട്ടൊന്നും കൂടി വേവിച്ചെടുക്കാൻ പോവാണ്. അപ്പോൾ ഇതാ നമ്മുടെ പ്രോൺസ് റെഡി ആയിക്കൊണ്ടിരിക്കുന്നു. അങ്ങനെ നമ്മളിതേ നന്നായിട്ട് മൊരിയിച്ചൊക്കെ എടുത്തു. ഇനി ലാസ്റ്റായിട്ട് ഒരു സാധനം കൂടി നമ്മൾ ആഡ് ചെയ്യുന്നുണ്ട്. കുറച്ച് നാരങ്ങ ഉണ്ടെങ്കിൽ ആ നാരങ്ങയും കൂടി നന്നായിട്ടൊന്ന് പിരിഞ്ഞൊഴിച്ച് കഴിഞ്ഞാൽ നല്ല ടേസ്റ്റ് ആയിരിക്കും കേട്ടോ ഇതിന്. ഒരു പുളിപ്പും ഇച്ചിരി എരിവും ഗാർലിക്കും ബട്ടറും കൂടി വരുമ്പോൾ ഒരു വായിലിപ്പോൾ തന്നെ വെള്ളം വരുന്നു. വാവ്, യമ്മി ആയിരിക്കുമല്ലോ ഈ ന്യൂസ്. നല്ല സ്മെല്ല് തന്നെ ഉണ്ടല്ലേ? ടേസ്റ്റ് ചെയ്ത് നോക്കിയാലോ? നീ കുട്ടനെ വിളിക്കാം. ടേസ്റ്റ് ചെയ്ത് ടേസ്റ്റ് ഉണ്ടോ നിക്കു? സൂപ്പറാണോ? എല്ലാരും ട്രൈ ചെയ്ത് നോക്കണമെന്ന് പറ.